ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എൻ്റെ പേര് നിഷാദ്. ഞാൻ ക്രിസ്ത്യൻ വാലി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ആദ്യം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഒന്നാമത്തത് എലമെന്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരുന്നു. രണ്ടാമത്തത് നോർമൽ ലോസ് വിത്ത് റിയലൈസബിൾ വാല്യൂ ആൻഡ് വിത്തൗട്ട് റിയലൈസബിൾ വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് രണ്ടും കണ്ടിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മുടെ പിന്നെ 2 വീഡിയോയുടെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ലിങ്ക്. അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും കൊടുക്കുക. അത് നിങ്ങൾ ഒന്ന് കണ്ട് കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ഘട്ടം അബ്നോർമൽ ലോസിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. അബ്നോർമൽ ലോസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. നോർമൽ ലോസിനേക്കാളും വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയാം. നോർമൽ ലോസിനേക്കാളും എക്സ്ട്രാ വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ അബ്നോർമൽ ലോസ് നമ്മൾ നോക്കുക. എന്ത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് അബ്നോർമൽ ലോസ്? അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യതയുള്ള കാര്യമാണ്. വളരെ ഒരു റിസ്ക്കും ഇല്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അതായത് എൻ്റെ കയ്യിൽ ഇൻപുട്ട് ആയിട്ട് എത്ര യൂണിറ്റ് ഉണ്ട്? ഇൻപുട്ട് 1000 യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് ഇട്ടു. ഓക്കെ, അതില് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസിനെയാണ് നോർമൽ ലോസ് എന്ന് വിളിക്കുക. നോർമൽ ലോസ് എത്രയാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50 യൂണിറ്റ് നമുക്ക് ലോസ് ആവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 950 ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 950 ആണ്. ഓക്കെ, ഇനി ആക്ച്വലി വന്ന സമയത്ത് ഇൻപുട്ട് നമ്മൾ എത്ര തന്നെ കൊടുത്തു? 1000 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്തു. പക്ഷേ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 800 ആണ്. 800 ആണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എനിക്ക് ആക്ച്വലി കിട്ടിയത് 800 ആണ്. അപ്പൊ ഇനി 2 രീതി എനിക്ക് എന്റെ ലോസ് പറയാൻ പറ്റും. ഇവിടെ വന്നിട്ടുള്ള ലോസ് എത്രയാണ്? ഇവിടെ ലോസ് വന്നിട്ടുള്ളത് എത്ര യൂണിറ്റ് ആണ്? 200 യൂണിറ്റ് ആണ്. അപ്പൊ എന്റെ അബ്നോർമൽ ലോസിന് എനിക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്നെന്താന്ന് വെച്ചാൽ 950 ആണ് നമ്മൾ എക്സ്പെക്റ്റഡ്. നമുക്ക് കിട്ടിയത് എത്രയാണ്? 800 ആണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 150 ആണ്. ഓക്കെ, ഇതാണ് എന്റെ അബ്നോർമൽ ലോസ്. ഇത് ഞാൻ ഔട്ട്പുട്ട് ലെവൽ ചെയ്ത് പറഞ്ഞു. ഇതേപോലെ ലോസ് ലെവൽ ചെയ്ത് പറയാം. ഓവർ ആൻഡ് അബോവ് അബ്നോർമൽ ലോസ്. നോർമൽ ലോസിനേക്കാളും മുകളിലുള്ള ലോസ് എത്ര? എക്സസ് ലോസ് ഓവർ നോർമൽ ലോസ് എന്നൊക്കെ പറയാം. അത് എത്ര? 150 ആണ്. അതായത് 2 രീതിയിൽ നമുക്ക് അബ്നോർമൽ ലോസ് പറയാൻ പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലോസിനാണ് അബ്നോർമൽ ലോസ് എന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കാണ്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഏരിയ നിങ്ങൾക്ക് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ എല്ലാ ടേമുകളും ഇവിടെ ഉണ്ടാവും. എന്താണ് ലോസ് ഇൻ എക്സസ് ഓഫ് പ്രീഡിറ്റർമിൻഡ് ലോസ്. അതെന്താണ്? നോർമൽ ലോസിനേക്കാളും ഉള്ള ലോസിനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ട്രീറ്റ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഗുഡ് യൂണിറ്റിന്റെ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് തന്നെ ആയിരിക്കും അബ്നോർമൽ ലോസിന്റെ കോസ്റ്റും. അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഗുഡ് യൂണിറ്റിന്റെ കോസ്റ്റ് തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ് യൂണിറ്റ് തന്നെയാണ് അബ്നോർമൽ ലോസിന്റെയും കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്. ക്ലിയർ ആണല്ലോ? അതായത് സിമ്പിൾ ആയിട്ട് കാണാം. ഉദാഹരണം, നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ളത് 80,000 രൂപയാണെന്ന് മനസ്സിലാക്കുക. ഈ 80,000 രൂപയിൽ നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇൻപുട്ട് 1200 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. അത് നമ്മുടെ നോർമൽ ലോസ് വരുന്നത് എത്രയാണ്? 200 യൂണിറ്റ് ആണ്. ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണും? ഈ രീതിയിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ പറ്റും. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 80,000 ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 80,000 ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 80 കിട്ടും.
അപ്പൊ 80 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതിൽ മനസ്സിലാക്കുക, നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള യൂണിറ്റ് ഉദാഹരണത്തിന് ഇവിടെ എത്ര 900 യൂണിറ്റ് ആണ് നമുക്ക് ഗുഡ് യൂണിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അബ്നോർമൽ ലോസ് എത്ര 100 യൂണിറ്റ് അബ്നോർമൽ ലോസ് ആണ്. രണ്ടിനെയും നമ്മൾ 80 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതാണ് കോസ്റ്റ് ഓഫ് നോർമൽ ലോസും കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് എന്തും ഗുഡ് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്താലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും എന്തായാലും അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അബ്നോർമൽ ലോസിനെ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നേരത്തെ ഉണ്ടായിരുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നോക്കാം. പ്രോസസ് 1ഉം പ്രോസസ് 2ഉം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അതിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എമൗണ്ട് ടു 40,000 ആണ്. എമൗണ്ട് വന്നിട്ടുണ്ട്, വേജസ് വന്നിട്ടുണ്ട്, കോസ്റ്റും വന്നിട്ടുണ്ട്. എന്ത് മാനുഫാക്ചറിങ് ഓവർഹെഡ്. നോർമൽ ലോസ് 5% ഓഫ് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് കോസ്റ്റിൽ ഇത് അവിടെ തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽ 5,000 ആണ്. ഓക്കെ, അതിൽ നമുക്ക് കിട്ടിയത് 4,550 യൂണിറ്റ് ആണ്. ഓക്കെ, റിയലൈസബിൾ വാല്യൂ ഓഫ് സ്ക്രാപ്പ് എത്രയാണ്? 10 രൂപയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു യൂണിറ്റിന്റെ കോളങ്ങൾ സെറ്റ് ചെയ്യുക. ആദ്യം ഡെബിറ്റ് സൈഡിൽ എത്ര 5000 യൂണിറ്റ് എന്തുണ്ട്, ഇൻപുട്ട് ഉണ്ട്. ഡെബിറ്റ് സൈഡ് അവിടെ കംപ്ലീറ്റ് ആണ്. ഇവിടെ വരുമ്പോൾ നോർമൽ ലോസ് എത്ര വരും? നോർമൽ ലോസ് 250 യൂണിറ്റ്. ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര? പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എത്രയാണ്? 4,550. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 5,000 വന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ എത്ര വരണം? 5,000 വരണം. ഓക്കെ, ഇവിടെ ഇപ്പൊ എത്ര എത്തി? 4,800 എത്തിയിട്ടുള്ളൂ. അപ്പൊ ബാലൻസ് ഉള്ള 200 എന്താ? അബ്നോർമൽ ലോസ് ആണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അത് ചെയ്താൽ തീരും. അപ്പൊ നോക്കുക, നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. വാല്യൂസ് നമുക്ക് നോക്കാം. 5,000, 250, 200, 4,550, ടോട്ടൽ 500. ഇനി കോസ്റ്റുകൾ നോക്കുക. 40,000 ഉണ്ട്, 30,000 ഉണ്ട്, 27,000 ഉണ്ട്. 40,000, 30,000, 27,000. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഇനി റിയലൈസബിൾ വാല്യൂ 500 ഉണ്ട്. ഇനി ഈ രണ്ട് വാല്യൂ എങ്ങനെ കിട്ടി നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എടുക്കുക, 97,000 ഡിവൈഡ് മൈനസ് 500 ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എത്ര ഇൻപുട്ട്? 5,000 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, മൈനസ് 250 ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 96,500 നമുക്ക് നോമിനേറ്ററിലും താഴെ ഡിനോമിനേറ്ററിൽ 4,750 വരും. ഇപ്പൊ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. ഇത് എന്താണ്? ഗുഡ് യൂണിറ്റിന്റെയും അബ്നോർമൽ ലോസിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? ഈക്വൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 200 യൂണിറ്റിന്റെ വാല്യൂ എന്താണ്? ഇതിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ, വലിയ സംഖ്യകൾ ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. എന്നാൽ പിന്നെ വലിയ അലമ്പില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 4,750 ഇൻറ്റു 200 ചെയ്ത് കഴിഞ്ഞാൽ അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് കിട്ടും. അതേ 96,500 ഡിവൈഡ് ബൈ 4,750 ഇൻറ്റു 4,550 ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്റെ എമൗണ്ടും കിട്ടും? ഈ എമൗണ്ടും കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 97,000 വരും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഓക്കെ, അതൊക്കെ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ നോട്ടും കൊടുക്കുക. വർക്കിംഗ് നോട്ടുകളാണ് ഒരാളുടെ ആൻസറിനെ ഏറ്റവും ഭംഗിയാക്കുന്നത്. വെറുതെ വാരി വലിച്ച് എഴുതുന്നതിന് പകരം വർക്കിംഗ് നോട്ട്സ് ഒക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ വർക്കിംഗ് നോട്ട് 1 ഇതുണ്ടെങ്കിൽ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് നോട്ട് 2, ഇതൊക്കെ ബ്രാക്കറ്റിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സാമിനർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന രീതി. അത് നിങ്ങൾ എല്ലാത്തിലും M.Com ഒക്കെ ആയ പ്രൊഫഷണൽ ആയില്ലേ, ഇനി അങ്ങോട്ട് പ്രൊഫഷണൽ ആവാനല്ലേ. അപ്പൊ ആ രീതിയിൽ ഉഷാറാക്കുക. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അപ്രോച്ച് വേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. കണ്ടുപോയിട്ട് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ വന്നോട്ടിടോ.
അതിനിപ്പോ എന്താ ചെലവ്? ഞാനത് കാണുമ്പോ എനിക്കൊരു ചിരി വരൂലേ? അതേപോലെ മോശമാണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ എന്നെ കൊണ്ടത് പറ്റാത്തതാണെങ്കിൽ എനിക്ക് നിർത്തി പോകാലോ. വെറുതെ എന്തിനാ ഞാൻ എന്റെ ടൈമും കളയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്താച്ചാ കമന്റ് ചെയ്യ്. അത് ഉഷാറാക്കാം നമുക്ക്. ഞാൻ തൽക്കാലം ഈ വീഡിയോ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.